ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു തരിക്കഞ്ഞിയുടെ റെസിപ്പിയാണ്. അപ്പം ഇത് വളരെ ടേസ്റ്റാണ് ഇത് കുടിക്കാനായിട്ട്. അപ്പം നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഇത് ഒരു ഇളം ചൂട്ടോട് കൂടി കുടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക ഉന്മേഷമൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കട്ടിയുള്ളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ആ നെയ്യിലേക്ക് ഒരു 6 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ ഉണക്കമുന്തിരി ഇതൊക്കെ നമ്മളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ എനിക്കിഷ്ടം അണ്ടിപ്പരിപ്പ് മാത്രമാണ്, കുട്ടികൾക്കായാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അണ്ടിപ്പരിപ്പ് മാത്രമേ ഇടണുള്ളൂ. ഉണക്കമുന്തിരി ആവശ്യമുള്ളവർക്ക് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നല്ല ബ്രൗൺ കളർ ആകണ വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അത് നന്നായി ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആ പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ പാൽ നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. നല്ല കട്ടിയുള്ള പാലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം നമ്മൾ റവ ഇട്ട് കഴിയുമ്പോൾ അതൊന്ന് കട്ടിയാവുമല്ലോ. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയും കൂട്ടിയിട്ട് കൊടുക്കാം കേട്ടോ. അതിൽ കൂടെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു വേറെ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. നല്ല പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ആ മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താനായിട്ടാണ് നുള്ളു ഉപ്പ് ഇടുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ റവയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിത് ചേർക്കുന്നത് വറുക്കാത്ത റവയാണ്. ഏത് റവയിലും കുഴപ്പമില്ല. വറുക്കാത്ത റവയാണെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് കൂടുതലുണ്ടായിരിക്കും. വറുത്തതാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ റവ ഇടേണ്ടി വരും. ഇനി അത് നന്നായിട്ട് 2 മിനിറ്റ് നേരം നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇനി ഞാനതിലേക്കൊരു 1/2 സ്പൂണ് ഏലക്ക പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ റവത്തരി കാച്ചിയത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ നോമ്പ് തുറന്നിക്കണ സമയത്ത് നമുക്ക് ഇതൊരു ഇളം ചൂട്ടോട് കൂടി കുടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക ഉന്മേഷമാണ് കേട്ടോ കിട്ടുക. വളരെ നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണിത്. എല്ലാവരും നിങ്ങളിതുപോലെ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഇതുപോലെ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലെ ഉണ്ടാക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് പറയണം കേട്ടോ. താങ്ക് യു.